ഫ്ലവർ ബൊക്കേസൊക്കെ നമുക്ക് എന്നൊരു വീക്ക്നെസ് ആണ് അല്ലേ? ഈ ഫ്ലവർ കൊടുക്കുമ്പോൾ എക്സ്പെൻസീവ് ആണ് എന്നൊക്കെ നമ്മൾ കരുതും. പക്ഷേ എക്സ്പെൻസീവിനേക്കാളും എഫേർട്ടിനാണല്ലോ മാറ്റർ. അപ്പോൾ കുറച്ച് എഫേർട്ട് എടുക്കാൻ റെഡി ആണെങ്കിൽ വയോ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു സൺഫ്ലവർ ബൊക്കെ ഉണ്ടാക്കാം. യെല്ലോ കളർ പേപ്പറിന് 1 ഇഞ്ച് വീതിയിലും കുറച്ചധികം നീളത്തിലുള്ള പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ആ പേപ്പേഴ്സ് ക്രോസ് ആയിട്ട് പിടിച്ച് ഒട്ടിക്കണം. വീഡിയോയിൽ നോക്കി ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാകും. ഒരു കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുള്ള പേപ്പേഴ്സ് അതിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക. ടിഷ്യൂ പേപ്പർ കുറച്ച് നേരം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് എക്സസ് വാട്ടർ ഒഴിവാക്കിയതിനു ശേഷം അതിലോട്ട് ഗ്ലൂവും ബ്രൗൺ കളറും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ആ ഒരു പേസ്റ്റ് സൺഫ്ലവറിന്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കും. ഇനി ഒരു ബാംബു സ്റ്റിക്ക് എടുത്ത് അതിൽ 2 ലീഫും വെച്ചിട്ട് ഒരു ഗ്രീൻ ടാപ്പ് ഉപയോഗിച്ച് അതൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലവർ റെഡിയായി. ഇനി നമുക്കിതൊന്ന് റാപ്പ് ചെയ്തെടുക്കണം. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ബൊക്കെ ഷീറ്റ് അല്ല, അതിന് പകരം ക്യാരി ബാഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാരി ബാഗ് വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്തതിനു ശേഷം ഫ്ലവർ നടുക്കായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഫോൾഡ് ചെയ്തിട്ട് റിബണും കൂടെ വെച്ച് കെട്ടി കൊടുക്കണം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ സൺഫ്ലവർ ബൊക്കെ?